ജീപ്പ് പ്രകാശനും സുഗതനും ഉൾപ്പെടുന്ന സംഘം വളരെ ശ്രമിച്ചാണ് ജീപ്പ് മറിച്ചിട്ടത്. എന്നിട്ടും അവരുടെ കലി അടങ്ങിയില്ല. പെട്രോൾ ടാങ്കിൽ ജീപ്പ് കത്തിക്കാനായിരുന്നു സുഗതന്റെ അടുത്ത നീക്കം. അയാൾ അതിനുവേണ്ടി ശ്രമം തുടങ്ങിയതാണ്. പക്ഷേ ആ സമയം അവിടെ എത്തിയ ബാബു ആ ശ്രമത്തെ തടഞ്ഞു. ജീപ്പ് സാധാരണ ജീപ്പല്ല, പോലീസ് ജീപ്പാണ്. കത്തിച്ചാൽ പ്രശ്നം ഇവിടെ നിൽക്കില്ല. പോയവർ തിരിച്ചു വരും. ഇനി വരുന്നവർ വെറും കൈയോടെ പോകില്ല, അതുറപ്പ്. ബാബുവിന്റെ ഓർമ്മപ്പെടുത്തലിൽ മറ്റുള്ളവർ ഒന്ന് ശാന്തരായി. ശരിയാണ്, സർക്കാരിന്റെ പോലീസാണ്, അവർക്ക് വന്നേ മതിയാകൂ. മുതയിലെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഇല്യാസിനെ കല്ലുവെട്ടാൻകുഴി റോഡിൽ വെച്ച് തടിയൻ എന്ന് വിളിപ്പേരുള്ള മോഹനൻ തടഞ്ഞു. അയാൾക്ക് അറിയേണ്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്ററുകൾ കീർന്നത് ഇല്യാസ് ആയിരുന്നു എന്നായിരുന്നു. പക്ഷേ ഇല്യാസ് അത് എതിർത്ത് ഭീഷണി മുഴക്കിയതോടെ ഇരുവരും അടിപിടിയിലായി. കമ്മ്യൂണിസ്റ്റുകാരുടെ പുറം ചട്ടയായി നിൽക്കുന്ന തടിയൻ എന്നറിയപ്പെടുന്ന മോഹനെ ഒതുക്കുവാൻ കിട്ടിയ നല്ലൊരു അവസരമായി എതിർ പാർട്ടിക്കാർ ഈ സംഭവത്തെ വിലയിരുത്തി. അവർ ഇല്യാസിനെയും കൂട്ടി കടക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന മോഹനെ ധരിപ്പിച്ചു. പരാതിയും എഴുതി നൽകി. കോൺഗ്രസ് പാർട്ടി ശ്രീ കരുണാകരന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്ന സമയമായിരുന്നു അത്. അതിനാൽ തന്നെ SI മോഹനന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വളരെ വലുതുമായിരുന്നു. അങ്ങനെ തടിയൻ എന്ന മോഹനനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് മഫ്തി വേഷത്തിൽ ഒരു ജീപ്പിൽ കടക്കിൽ നിന്ന് പുറപ്പെട്ടു. ചിതറയിലെത്തിയ പോലീസ് സംഘം ഒരു ചെറിയ തട്ടുകടയിൽ മോരും വെള്ളവും വാങ്ങിക്കുടിച്ചുകൊണ്ട് കട ഉടമയോട് തടിയൻ മോഹന്റെ വീട് അന്വേഷിച്ചു. കടക്കാരൻ ചിതറ വഴി കല്ലുവെട്ടാൻകുഴി പോകുന്ന റോഡിലൂടെ മോഹന്റെ വീട്ടിലേക്കുള്ള വളഞ്ഞ വഴി പറഞ്ഞു കൊടുത്തു. എന്നാൽ തട്ടുകടക്കാരൻ ജീപ്പിൽ വന്നവർ പോയതോടെ കടയിലിരുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. ഉടൻ തന്നെ മോഹനന്റെ വീട്ടിലെത്തി അയാളെ തിരക്കി കുറച്ചുപേർ വരുന്നുണ്ടെന്നും അവർ പോലീസുകാരായിരിക്കാം എന്ന തന്റെ സംശയം അറിയിക്കണമെന്നും പറഞ്ഞ ശേഷം മോഹനന്റെ വീട്ടിലേക്ക് പോകാറുള്ള യഥാർത്ഥ വഴിയെ ആ ചെറുപ്പക്കാരനെ അയാൾ പറഞ്ഞയച്ചു. തടിയൻ മോഹനന്റെ വീട് ലക്ഷ്യമാക്കി പോയ പോലീസ് സംഘം ചുറ്റിക്കറങ്ങി തടിയൻ മോഹനന്റെ ഭാര്യയുടെ കുടുംബ വീടിന് മുന്നിലുള്ള മറ്റൊരു വീട്ടിലെത്തി. അങ്ങനെ എത്തുന്ന വിധത്തിലാണ് തട്ടുകടക്കാരൻ പോറ്റി വഴി പറഞ്ഞു കൊടുത്തത്. ആ സമയം കൊണ്ട് തട്ടുകടക്കാരൻ പറഞ്ഞയച്ച യുവാവ് മോഹനന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറയുകയും മോഹനൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ പോലീസ് സംഘം തങ്ങൾ എത്തിച്ചേർന്നത് തടിയൻ മോഹനന്റെ വീടാണെന്ന ധാരണയിൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി. ആ സമയം വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥനോട് നീയാണോ മോഹനൻ എന്ന് ചോദിച്ചുകൊണ്ട് തട്ടിക്കയറുകയും പിടിച്ചുകൊണ്ട് പോകുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പൊടുന്നനെ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറി തന്നെ ചോദ്യം ചെയ്യുന്നവർ ആരാണെന്ന് വീടിനുള്ളിലെ ഗൃഹനാഥനെ വ്യക്തമാകാത്തതിനാൽ അതിനെന്തു വേണം, ഞാൻ തന്നെയാണ് മോഹനൻ, നീയൊക്കെ ആരടാ, ഇറങ്ങട എന്റെ വീട്ടിൽ നിന്നും എന്ന് ആക്രോശിച്ചുകൊണ്ട് അയാളും തിരിച്ചു ആവേശത്തിൽ പ്രതികരിച്ചു. അതോടെ വന്നവർ ഉറപ്പിച്ചു ഇതു തന്നെയാണ് തടിയൻ മോഹനൻ. ഉടൻ തന്നെ പുറത്തുണ്ടായിരുന്ന മറ്റു പോലീസുകാരുടെ സഹായത്തോടെ അയാളെ മർദ്ദിച്ച് അവശനാക്കി ജീപ്പിനുള്ളിൽ കയറ്റി. ഗൃഹനാഥനെ പോലീസുകാർ ജീപ്പിനുള്ളിൽ കയറ്റുമ്പോൾ അദ്ദേഹത്തെ എന്തിനാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ അയാളുടെ ഭാര്യ നിലവിളിക്കുകയായിരുന്നു. നിലവിളിയിൽ നാട്ടുകാർ ഓടിക്കൂടി. അവരിൽ ചിലർ ജീപ്പ് തടഞ്ഞു. എന്നാൽ തങ്ങൾ പോലീസുകാർ ആണെന്നറിയിച്ചതോടെ നാട്ടുകാർ പതിയെ പിൻവലിഞ്ഞു. തടിയൻ മോഹനെ തിരക്കി വന്ന പോലീസ് ഒടുവിൽ മോഹനന്റെ അപരനുമായി സ്റ്റേഷനിലെത്തി. അങ്ങനെ കിഴക്കൻ മലയോര പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ തലവനെ കീഴ്പ്പെടുത്തിയ മട്ടിൽ സബ് ഇൻസ്പെക്ടർ മോഹനൻ വിജയഭാവത്തോടെ മീശ പിരിക്കുമ്പോഴാണ് ഒരു സംശയം മോഹനന്റെ അപരനെ കൊണ്ടുവന്ന പോലീസുകാർ ഇൻസ്പെക്ടറെ അറിയിക്കുന്നത്. മോഹനെ ജീപ്പിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ജീപ്പ് തടയാനെത്തിയ ചിലർ പറഞ്ഞത് ശരിയാണെങ്കിൽ തങ്ങൾ കൊണ്ടുവന്നത് തടിയൻ മോഹനെയല്ല, ആളുമാറി തങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വന്ന ആൾ അയാൾ ഒരു പട്ടാളക്കാരനാണ്. ഇത് കേട്ട് ഇൻസ്പെക്ടർ മോഹനൻ ഞെട്ടി. അപ്പോൾ ഈ തടിയൻ മോഹനെവിടെ? പട്ടാളക്കാരൻ ഒരു സുരേന്ദ്രനെയാണ് തടിയൻ മോഹനു പകരം അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയ SI മോഹനൻ ഒന്ന് ഞെട്ടിയെങ്കിലും തങ്ങൾക്ക് പറ്റിയ അബദ്ധം ന്യായീകരിക്കാനായിരുന്നു പിന്നീടുള്ള അയാളുടെ ശ്രമങ്ങൾ. തങ്ങളെ ആക്രമിച്ച പേരിലും തടിയൻ മോഹനൻ എന്ന പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ച പഴയ പാർട്ടി പ്രവർത്തകനായും ചിത്രീകരിച്ചുകൊണ്ട് പട്ടാളക്കാരൻ സുരേന്ദ്രനെതിരെ അവർ കേസെടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും തീരില്ല. ചവിട്ടിയത് മൂർഖൻ പാമ്പിനെയാണെന്ന് നന്നായി അറിയാവുന്ന SI മോഹന് ഇനി ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഭരണകർത്താക്കളെ പ്രീണിപ്പിക്കണം. അതിനായി എങ്ങനെയെങ്കിലും തടിയൻ മോഹനെ അറസ്റ്റ് ചെയ്യണം. അതിനായി അയാൾ കരുതലോടെ അടുത്ത കരുക്കൾ നീക്കാൻ തുടങ്ങി. ചിതറയിൽ ആ സമയം പട്ടാളക്കാരൻ സുരേന്ദ്രന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ചർച്ചയായി. പോലീസുകാർ ആളുമാറി മറ്റൊരാളെ വീട്ടിൽ കയറി തല്ലി അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്ന വാർത്ത നാട്ടുകാരെ പ്രകോപിപ്പിച്ചു. മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ തടിയൻ മോഹനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഉചിതമല്ല എന്ന് കരുതിയ തടിയൻ മോഹന്റെ പാർട്ടി പ്രവർത്തകർ അയാളെ നേരിട്ട് കോടതിയിൽ എത്തിച്ചു ജാമ്യമെടുത്താൽ മതി
മതിയെന്നുള്ള തീരുമാനത്തിലുമെത്തി. മാത്രമല്ല ആളുമാറി മറ്റൊരാളെ മർദ്ദിക്കുകയും പ്രതി ചേർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ഒരു പ്രതിഷേധ യോഗം നടത്തുവാൻ അവർ തീരുമാനിച്ചു. ചിതറയിൽ പോലീസിനെതിരെ വലിയൊരു പ്രതിഷേധ യോഗം നടക്കുന്നതായി വിവരം കിട്ടിയ കടയ്ക്കൽ പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്ത സംഭവം കൂടുതൽ വലുതാക്കാനുള്ള പാർട്ടിയുടെയും നാട്ടുകാരുടെയും ശ്രമം ഉടൻ തടയണമെന്നായി. അതിനായി കടയ്ക്കൽ പോലീസ് വലിയൊരു ജനക്കൂട്ടം പോലീസിനെതിരെ സംഘടിക്കുന്നു എന്ന രീതിയിൽ അവരെ നേരിടാനായി കൂടുതൽ പോലീസ് സഹായത്തിനായി അടുത്തുള്ള ചടയമംഗലം സ്റ്റേഷനിൽ നിന്നും ഒരു ജീപ്പ് പോലീസുകാരെ സഹായത്തിനായി വിളിച്ചു. കടയ്ക്കൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ചടയമംഗലത്തു നിന്നും പുറപ്പെട്ട ജീപ്പ് കടയ്ക്കൽ വഴി വരാതെ എളുപ്പത്തിൽ എത്തുവാൻ കഴിയുന്ന ചിങ്ങേലി വഴി ചിതറയിലെത്തി. എന്നാൽ ചടയമംഗലം പോലീസ് കടയ്ക്കൽ വഴി വരുമെന്ന പ്രതീക്ഷയിൽ അവരെയും കാത്ത് കടയ്ക്കലിൽ നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ ചിതറയിലെത്തുമ്പോൾ തങ്ങൾ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ എന്ന അബദ്ധം ചടയമംഗലം പോലീസിന് മനസ്സിലായി. പക്ഷേ എന്ത് കാര്യം, വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിലെത്തിയ 10ഓളം വരുന്ന പോലീസുകാർ ഒന്ന് പകച്ചുപോയെങ്കിലും രണ്ടും കൽപ്പിച്ച് അവർ വന്നപാടെ ലാത്തി വീശി. പോലീസുകാർ ലാത്തി വീശി ആൾക്കൂട്ടത്തെ ഓടിച്ചു വിട്ടതാണ്. എല്ലാവരും ഓടിപ്പോയതും ശരി തന്നെ. പക്ഷേ ഓടിപ്പോയവർ പിന്നീട് തിരിച്ചെത്തി തങ്ങൾക്ക് നേരെ കാട്ടുകല്ലുകൾ എറിയുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനാൽ അവർ കണക്ക് കൂട്ടാത്ത അതിന് കാരണം മറ്റൊന്നായിരുന്നു. പെട്ടെന്നുള്ള ലാത്തി വീശലിൽ ഭയന്നുപോയ വലിയൊരു ഭാഗം ആൾക്കാരും ഓടിക്കയറിയത് തൊട്ടടുത്തുള്ള LPS സ്കൂളിലേക്കായിരുന്നു. അവിടെ കുട്ടികൾ ചോറ് പാത്രവുമായി നിൽക്കുമ്പോഴാണ് അവർക്കിടയിലേക്ക് ആൾക്കാർക്ക് ഓടേണ്ടി വരുന്നത്. കുഞ്ഞുങ്ങളുടെ ചോറ് പാത്രങ്ങളെല്ലാം തട്ടിപ്പോയതും കുഞ്ഞുങ്ങൾ വീഴാനിടയായതും സ്കൂളിലേക്ക് ഓടിക്കയറേണ്ടി വന്ന ആൾക്കൂട്ടത്തിന് വൈകാരികമായി പ്രകോപനമുണ്ടാക്കി. അവരായിരുന്നു കാട്ടുകല്ലുകളും പെറുക്കിയെടുത്തുകൊണ്ടുവന്ന് പോലീസ് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ എറി തുടങ്ങിയത്. എറികൊണ്ട് പോലീസുകാർ ഭയന്ന് പിന്തിരിഞ്ഞോടി. പക്ഷേ ആൾക്കൂട്ടത്തിന് നടുവിലെ ജീപ്പ് എടുത്തുകൊണ്ടുപോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ അവർക്ക് രക്ഷയായത് രാജേന്ദ്രൻ എന്ന സ്വകാര്യ ബസ്സായിരുന്നു. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ മടത്തറയിൽ നിന്നും കടയ്ക്കലിലേക്ക് പോകുവാൻ ശ്രമിക്കുകയായിരുന്നു രാജേന്ദ്രൻ ബസ്. എന്നാൽ പോലീസുകാർ ബസ്സിൽ ഓടിക്കയറിയതോടെ ഡ്രൈവർ ഒന്ന് ഭയന്നെങ്കിലും പോലീസുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ബസ് മുന്നോട്ട് തന്നെ പോയി. പക്ഷേ പ്രതീക്ഷിക്കാതെ ആൾക്കൂട്ടം ബസിന്റെ മുന്നിലേക്ക് വലിയൊരു പാറക്കല്ല് എടുത്തിട്ടതോടെ ബസിന്റെ ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. എന്നാൽ പോലീസുകാരുടെ അവശതയും ഇനിയും അവർ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടാൽ അവരാരും ജീവനോടെ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവും ബസ് ഡ്രൈവർ രാജുവിനെ രണ്ടും കൽപ്പിച്ചു ബസ് തടയാനിട്ട വലിയ കല്ലുകൾക്ക് മുകളിലൂടെ മുൻവശത്തെ ടയർ ഓടിച്ചു കയറ്റി മുന്നോട്ട് പോകുവാൻ നിർബന്ധിതനാക്കി. ബസ് സംഭവ സ്ഥലത്തു നിന്നും ഒരു 100 മീറ്റർ പിന്നിടുമ്പോൾ ബസിന്റെ പിൻഗ്ലാസിൽ ചലിക്കുന്ന ഒരു ചിത്രം പോലൊരു കാഴ്ച പോലീസുകാർക്ക് കാണാൻ കഴിയുമായിരുന്നു. അവർ വന്ന ജീപ്പ് ആൾക്കൂട്ടത്തിലെ ചിലർ ചേർന്ന് മറിച്ചിടുന്ന കാഴ്ചയായിരുന്നു അത്. കടയ്ക്കൽ പോലീസ് അറിയിച്ചതുപോലെ ഗൗരവമേറിയ വിഷയം തന്നെയാണിതെന്ന് അപ്പോൾ മാത്രമാണ് ചടയമംഗലം പോലീസുകാർക്ക് ബോധ്യപ്പെട്ടത്.